നമസ്കാരം, ഞാൻ കൃഷ്ണദാസ്. ഏവർക്കും ആഞ്ജനേയ ജ്യോതിഷാലയത്തിൻ്റെയും ബജ്രംഗി മീഡിയയിലെയും പുതുവത്സര ആശംസകൾ. ഓം നമ ശിവായ. ഇന്ന് നമ്മൾ 2025 പ്രവേശിച്ചിരിക്കുകയായിരുന്നു. ഈ വർഷം നമ്മൾക്ക് പൊതുവെ എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും പറയപ്പെടുന്നത് രണ്ട് പ്രധാന ഗ്രഹങ്ങളുടെ രാശിമാറ്റം വരുന്നതായിട്ട് പറയണം. അതായത് നമ്മൾ ജ്യോതിഷത്തിൽ പ്രധാനമായിട്ടും ശനിയെയും വ്യാഴത്തെയും ആസ്പദമാക്കിയാണ് ഫലപ്രവചനം പറയുന്നത് എന്നുള്ള ആചാര്യവചനം പ്രകാരം ശനിയും വ്യാഴവും രാശി മാറുന്ന ഒരു വർഷം കൂടിയാണിത്. അതുപോലെ തന്നെ രാഹു കേതുക്കളും ഈ വർഷം രാശിമാറ്റം സംഭവിക്കുന്നു. ഈ പറഞ്ഞ ഗ്രഹങ്ങൾ രണ്ട് ഛായാഗ്രഹങ്ങളും അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നതായ രണ്ട് ഗ്രഹങ്ങളായ ശനിയും വ്യാഴവും മാറുന്നത് വളരെ ചില രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണവും മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം മോശ കാലഘട്ടവുമാണ്. അതുപോലെ തന്നെ 2025 എന്ന് പറയുന്ന വർഷം 2025 എന്ന് നമ്മൾ കൂട്ടി വരുമ്പോൾ 9 എന്നുള്ള സംഖ്യ കിട്ടുന്നു. ഇത് സംഖ്യാശാസ്ത്രപ്രകാരം ചൊവ്വയെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയായിട്ടാണ് പറയേണ്ടത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും പട്ടാളം, പോലീസ് അങ്ങനെയുള്ള ആധികാരികമായിട്ടുള്ള സ്ഥാനമാനങ്ങളെയാണ് പ്രധാനമായിട്ടും ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ചൊവ്വയുടെ ചില രാശിയിലൂടെയുള്ള മാറ്റങ്ങൾ, അത് ചൊവ്വ ചില രാശിയിൽ വരുമ്പോൾ പ്രധാനമായിട്ടും കർക്കിടകത്തിൽ, ചിങ്ങത്തിൽ, കന്നിയിൽ, ധനുവിൽ ഇങ്ങനെയൊക്കെയുള്ള രാശിയിൽ വരുമ്പോൾ, ഇപ്പോൾ ഈ മീനമാസം 16 തീയതി 2025 മാർച്ച് 30 ശനി കുംഭം രാശിയിൽ നിന്ന് മീന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ച മാതിരി ഈ ചൊവ്വയുടെ മാറ്റം, ഈ ചൊവ്വയും ശനിയും കൂടി ദൃഷ്ടി ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രതിഭാസം, ലോകമെമ്പാടും ചില ദുരിതങ്ങളും അതുപോലെ പ്രകൃതി ദുരിതങ്ങളും യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടാനും ഒക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാക്കും എന്നുള്ളതാണ് പറയേണ്ടത്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ 2025 പരിപൂർണമായിട്ടും സന്തോഷകരമായും ഐശ്വര്യപരമായിട്ടും ഉള്ളൊരു വർഷമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതല്ല. എന്നിരുന്നാലും സാമാന്യ ഫലപ്രവചനം അനുസരിച്ച് ഇന്നിവിടെ മേടം രാശിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേടം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മീനമാസം 16 തീയതി അതായത് 2025 മാർച്ച് മാസം 30 ശനി കുംഭത്തിൽ നിന്ന് മീനത്തിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഈ മേടരാശിക്കാർക്ക് സ്വതവേ 7ര ശനിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാർ പ്രധാനമായിട്ടും പറയുമ്പോൾ അവരുടെ 12ാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു. അതുപോലെ തന്നെ ഇടവ മാസം 1 തീയതി 2025 മാർച്ച് മാസം 15 തീയതി വ്യാഴം മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. അതുപോലെ ഇടവ മാസം 4 തീയതി ഞായറാഴ്ച രാഹു കുംഭം രാശിയിലേക്കും, അതായത് മേടരാശിയുടെ 11ാം രാശിയായ കുംഭം രാശിയിലേക്കും, അതുപോലെ അശ്വതി നക്ഷത്രത്തിൻ്റെ അധിപനായ കേതു കന്നി രാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ദുരിതങ്ങൾ ഏറി നിൽക്കുന്ന ഒരു കാലഘട്ടം, അതായത് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കാതെ വരിക, നേട്ടങ്ങൾ കുറഞ്ഞു നിൽക്കുക, അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരിക, മാനസിക സ്വസ്ഥത നഷ്ടപ്പെടുക, സാമ്പത്തിക ഉയർച്ച ഇല്ലായ്മ വരിക, വ്യാഴം മറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെ
ആണ് കടന്നു പോകുന്നത് അശ്വതി നക്ഷത്രക്കാർ. അപ്പം അശ്വതി നക്ഷത്രക്കാർ പ്രധാനമായിട്ടും വളരെയധികം ശ്രദ്ധാപൂർവം ജീവിതം നയിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ വരുന്ന കുറച്ച് കാലങ്ങൾ. അവിടെ നമ്മൾ പ്രധാനമായിട്ടും വിഘ്നേശ്വര പ്രീതി വരുത്തുക എന്ന് പറഞ്ഞാൽ ഗണപതിക്ക് വിളക്ക് വയ്ക്കുക, ഗണപതിക്ക് നമ്മൾക്ക് നാരങ്ങമാല ചാർത്താം, കറുകമാല ചാർത്താം. വിഘ്നേശ്വര പ്രീതി വരുത്തുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം, വടനിവേദ്യം ഇത്യാദി വഴിപാടുകളും, അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും എള്ളെണ്ണ കൊണ്ട് വിളക്ക് വയ്ക്കുന്നതും വളരെ ഗുണകരമായി വരും. ഇവർക്ക് രാഹു 11-ൽ സഞ്ചരിക്കുന്നതിനാൽ, രാഹു ശനിയെ പോലെയും കേതു ചൊവ്വയെ പോലെയും ചിന്തിക്കാൻ പറയുന്നതിനാൽ രാഹുവിൻ്റെ മാറ്റം ഒരു പരിധിവരെ ഇവരെ അനുകൂലമായി തന്നെ നിൽക്കും. എന്നിരുന്നാലും ഒരു ഇടവമാസം 1-ാം തീയതി, അതായത് മാർച്ച് മാസം 15-ാം തീയതിക്ക് ശേഷം വരുന്നൊരു 11 മാസക്കാലം ക്ലേശങ്ങൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവിടെ രാഹുവിന് വസ്ത്രഭൂഷണാദികൾ കൊടുക്കുന്നതും സർപ്പങ്ങൾക്ക് വസ്ത്രഭൂഷണാദികൾ കൊടുക്കുന്നത് വളരെ ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ പ്രതികൂല അവസ്ഥയ്ക്ക് പ്രധാനമായിട്ടും വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിലോ സുദർശന മന്ത്രാർച്ചന എന്നിവ നടത്തുന്നതും വളരെ ഗുണകരമായിരിക്കും. അടുത്തതായിട്ട് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, നെയ്വിളക്ക് എന്നിവ കൊടുക്കുന്നതും പാൽപ്പായസ നിവേദ്യം കൊടുക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. അതുപോലെ ശാസ്താക്ഷേത്രത്തിലെ എള്ളുപായസം കൊടുക്കുന്നതും നീരാഞ്ജനം കത്തിക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. രാഹു ക്ഷേത്രങ്ങളിൽ, അതായത് ശൈവനാഗങ്ങൾക്ക് പ്രത്യേകിച്ച് ആയില്യപൂജ, അതുപോലെ 100 പാല് എന്നിവ കൊടുക്കുന്നതും ഞായറാഴ്ച ദിവസങ്ങളിൽ വിളക്ക് വയ്ക്കുന്നതും വളരെ ഗുണകരമായിരിക്കും. ഇനി കാർത്തിക നക്ഷത്രത്തിൽ പെടുന്ന ആൾക്കാർക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിക്കുക, തുളസിമാല കൊടുക്കുക എന്നത് വളരെ പ്രധാനമാണ്. താമരമാല വയ്ക്കുന്നത് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ശനീശ്വര പ്രീതിക്ക് നവഗ്രഹ ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ ചെയ്യുന്നതും ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം നടത്തുന്നതും ഗണപതിക്ക് മോദകം വഴിപാട് നടത്തുന്നതും ഇവരുടെ തടസ്സങ്ങൾ മാറിയിട്ട് നല്ല രീതിയിൽ ആകാൻ ഗുണകരമായി വരും. അതുപോലെ തന്നെ ഇവർക്ക് കർമ്മത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് രാഹുവിന് മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതും കരിക്ക് സമർപ്പിക്കുന്നതും എല്ലാം വളരെ ഗുണകരമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാര്യം അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സര ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.